നമസ്കാരം. നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോൾ പതിവുള്ളതിലും ഒരു മങ്ങൽ സൂര്യരശ്മികൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിലതൊരു തോന്നലല്ല. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇന്ത്യയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന അളവിൽ വലിയ കുറവുണ്ടായതായി ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ ഊർജത്തിന്റെയും കൃഷിയുടെയും ആരോഗ്യത്തിന്റെയും ഒക്കെ ആധാരമായ സൂര്യൻ മെല്ലെ മെല്ലെ ദുർബലനാവുകയാണോ? വടക്കേന്ത്യയിൽ വർഷം തോറും 13 മണിക്കൂർ വരെ സൂര്യരശ്മികൾ കുറയുന്നുവെന്ന് പറയുമ്പോൾ ഇതിനു പിന്നിലെ അദൃശ്യനായ വില്ലൻ ആരാണ്? ഈ പ്രതിഭാസം നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാനുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ബനാറസ് ഹിന്ദു സർവകലാശാല, പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ ചേർന്നാണ് ഈ നിർണായക വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പഠനമനുസരിച്ച് ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സമതലങ്ങളിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സമയപരിധിയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷം തോറും ഏകദേശം 13 മണിക്കൂർ വരെ. ഹിമാലയൻ മേഖലയിലും പടിഞ്ഞാറൻ തീരത്ത് പോലും സൂര്യന്റെ ദർശനം കുറയുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വടക്കേന്ത്യയിലെ സമതലങ്ങളിൽ ഏകദേശം 13 മണിക്കൂറും ഹിമാലയത്തിൽ 9.5 മണിക്കൂർ, പടിഞ്ഞാറൻ തീരത്ത് 8.6 മണിക്കൂർ, മധ്യേന്ത്യയിൽ 4.7 മണിക്കൂർ, ഡെക്കാൻ പീഠഭൂമിയിൽ ഏകദേശം 3 മണിക്കൂർ എന്നിങ്ങനെ പ്രതിവർഷം സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ഇതിന് വിപരീതമായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ. ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷ മലിനീകരണം കുറവുണ്ടായതിലാകാം ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്നും മൺസൂൺ മാസങ്ങളിൽ ഇത് കുറയുന്നുണ്ടെന്നും കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉയരവും കാറ്റിന്റെ ദിശയും അടിസ്ഥാനമാക്കി ഹിമാലയത്തിലും വടക്കൻ പ്രദേശങ്ങളിലും വിപരീത പ്രവണതയാണുള്ളത്. വെറുമൊരു കാലാവസ്ഥപരമായ മാറ്റമായല്ല ഈ പ്രതിഭാസത്തെ കാണേണ്ടത്. ഇത് നമ്മുടെ പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന്റെയും താളം തെറ്റിക്കാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയുടെ സൂചനയാണ്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം? ഉത്തരം വളരെ ലളിതവും ഭീതിജനകവുമാണ്. അന്തരീക്ഷ മലിനീകരണമാണ് വില്ലൻ. വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക, പൊടിപടലങ്ങൾ, മറ്റ് സൂക്ഷ്മ കണികകൾ എന്നിവ അന്തരീക്ഷത്തിൽ ഒരു കട്ടിയുള്ള പാട പോലെ തങ്ങി നിൽക്കുന്നു. ഇത് സൂര്യരശ്മികളെ ഭൂമിയിൽ നേരിട്ടെത്താൻ അനുവദിക്കാതെയോ തടയുകയോ ചിതറിത്തെറിക്കുകയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ മങ്ങൽ വരുത്തിവെക്കുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. രാജ്യത്ത് സൗരോർജത്തെ ആശ്രയിച്ചുള്ള ഊർജോൽപാദന പദ്ധതികളെ ഇത് സാരമായി ബാധിക്കും. നമ്മുടെ കാർഷിക മേഖലയുടെ ജീവനാഡിയായ പ്രകാശ സംശ്ലേഷണത്തെ ബാധിക്കുന്നതോടെ വിള ഉൽപാദന ക്ഷമത കുറയും. മാത്രമല്ല, സൂര്യപ്രകാശം ലഭിക്കാതെ വരുമ്പോൾ ജനങ്ങളിൽ വൈറ്റമിൻ ഡി കുറയുന്നത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും സാധ്യതയേറെയാണ്. സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യത്തിലുള്ള ഈ കുറവ് വായുവിന്റെ ഗുണനിലവാരം, ഊർജ്ജശേഷി, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ എന്നിവയുടെ സൂചകമാണെന്ന് ശാസ്ത്രജ്ഞർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാനും വായുവിന്റെ ശുദ്ധത നിലനിർത്താനും മെച്ചപ്പെട്ട ഭൂവിനിയോഗം ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിൽ വലിയ കുറവുണ്ടാകാനും അത് നമ്മുടെ ഭാവിയെ ബാധിക്കുകയും ഒരു ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്മുടെ സൂര്യനെ പൂർണ്ണ തേജസ്സോടെ കാണാൻ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. നീതിയുടെയും വികസനത്തിന്റെയും വെളിച്ചം സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിന് ആകാശത്ത് സൂര്യൻ മങ്ങുന്നത് അശുഭ സൂചനയാണ്. വെറും അന്തരീക്ഷ താപനിലയിലോ സൗരോർജ ഉൽപാദനത്തിലോ ഉണ്ടാകുന്ന കുറവായി ഈ പ്രതിഭാസത്തെ കാണാനാകില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് നേരിട്ടുള്ള ഭീഷണിയാണ്. നമ്മുടെ കൃഷി, ആരോഗ്യം, ഊർജ്ജ ലഭ്യത എല്ലാം ആശ്രയിക്കുന്നത് ഈ സൂര്യരശ്മികളെയാണ്. വായുവിൽ തങ്ങി നിൽക്കുന്ന പുകയും മലിനീകരണ കണികകളുമാണ് സൂര്യപ്രകാശത്തെ തടയുന്നതെങ്കിൽ ഇതിനുള്ള പരിഹാരം നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലാണ്. ഫാക്ടറികൾ, വാഹനങ്ങൾ, തെറ്റായ ഭൂവിനിയോഗം എന്നിവയിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വിഷാംശം തടഞ്ഞേ മതിയാകൂ. ഈ പഠനം ഒരു അവസാന മുന്നറിയിപ്പായി നാം കണക്കിലെടുക്കണം. രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും അടിയന്തരവും കർശനവുമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഓരോ പൗരനും മലിനീകരണത്തിനെതിരായ പോരാട്ടത്തിൽ പങ്കാളിയാകണം. ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നത് മങ്ങിയ പ്രകാശമുള്ള രോഗാതുരമായ ഒരു ഇന്ത്യ ആയിരിക്കും. വെളിച്ചം നിലനിർത്താനുള്ള പോരാട്ടം ഇവിടെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.